ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 19. യഥാ ദീപോ നിവാദസ്തോ നെംഗതേ സോപമാ സ്മൃതാ യോഗിനോ യദചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. കാറ്റില്ലാത്തിടത്തെ ദീപം എപ്രകാരമാണോ ഏകധാരയായി ജ്വലിക്കുന്നത്, അങ്ങനെ ആത്മവിഷയത്തിൽ ഉറപ്പുള്ള ഒരാള്, താൻ ആത്മാവാണെന്നുള്ള ദൃഢതയുള്ള ഒരാള്, അയാളെ സംയതചിത്തനായ അയാളെ യോഗി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ അധ്യായം ധ്യാനയോഗമാണ്. ധ്യാനമാണ് ആത്യന്തിക ദുഃഖ നിവൃത്തിയാകുന്ന മോക്ഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. ഈശ്വര സാക്ഷാത്കാരം കൂടാതെ ആത്യന്തിക ദുഃഖ നിവൃത്തി ഉണ്ടാവില്ലെന്ന് നമ്മൾ പഠിച്ചു. ആ ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷം ധ്യാനത്തിലൂടെ അല്ലാതെ നേടാൻ സാധ്യമല്ല. ആ ധ്യാനത്തിൽ എത്തിച്ചേരാനുള്ള അനേകം പ്രാഥമിക സാധനാ വിശേഷങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അത് ക്ഷേത്രോപാസന മുതൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം തുടങ്ങിയ അഷ്ടാംഗ യോഗ സാധനകൾ വരെ ഉള്ളവയൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം പ്രാഥമിക സാധനകളാണ്. ഇതൊക്കെ ധ്യാനത്തിലേക്ക് എത്തിക്കുന്നവയാണ്, ശാസ്ത്രീയമായ രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ. അവിടെ സർവബാഹ്യ ചിന്തകളും നീങ്ങി ആത്മാവിൽ തന്നെ സദാ എല്ലായ്പ്പോഴും നിലകൊള്ളുന്ന ആ സംയമ ചിത്തമായത്തോടൊത്ത സർവ ആഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കപ്പെട്ട ആളെ യോഗയുക്തൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള യോഗയുക്തൻ്റെ അന്ധക്കരണം, മനസ്സ്, ബുദ്ധി എങ്ങനെയുള്ളതാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ പറയുകയാണ്, തീർത്തും വായുസഞ്ചാരമില്ലാത്ത, അല്പം പോലും കാറ്റടിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു ദീപം സങ്കല്പിക്കുക. ആ ദീപം ഏകധാരയായി മുകളിലേക്ക് മാത്രം നാളത്തോടുകൂടി അത് ജ്വലിക്കും. അങ്ങനെ കാറ്റില്ലാത്തിടത്ത് ഒറ്റ നേർധാരയിൽ ജ്വലിക്കുന്ന ദീപത്തോടൊത്താണ് ഇങ്ങനെ ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ള ഒരാളെ ഉപമിക്കുന്നത്. ആ സ്ഥിതിയിലെത്താൻ നൈരന്തര്യമായ, നിരന്തരമായിരിക്കുന്ന സാധനകളെ അനുഷ്ഠിക്കണം. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ക്ഷേത്രങ്ങളും ഉപാസനാ സംവിധാനങ്ങളും മന്ത്രോപാസനകളും നാമജപങ്ങളും എല്ലാം തന്നിരിക്കുന്നതിന് വേണ്ടിയാണ്, അവിടെ എത്തിച്ചേരാൻ വേണ്ടി. പക്ഷെ പലരും എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികം വല്ല ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ മാത്രം ചെയ്യുന്നതായിട്ടോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ധ്യാനയോഗത്തിൽ എത്താൻ സാധ്യമല്ല. ധ്യാനയോഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? അതിലൊരു നൈരന്തര്യം വേണം, സ്ഥിരത വേണം, നിത്യവും ചെയ്യണം. അതിന് ഒരു ബോധം വേണം. ബാഹ്യമായ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് ശാശ്വതമായ സുഖം ലഭിക്കില്ലെന്നുള്ള തിരിച്ചറിവ് ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുണ്ടാവണം. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് നിത്യജപവും അതിലൂടെ ധ്യാനവും ചെയ്യാനുള്ള ആർജവം ഉണ്ടാവും. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ജീവിതമാണോ അതുണ്ടാവും, ക്ലേശങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും.
അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ആടി ഉലഞ്ഞ് അപ്പൊ കൂടുതൽ കൂടുതൽ എവിടെ കിട്ടും സമാധാനം എന്ന് വിചാരിച്ച് നെട്ടോട്ടമോടുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് നമുക്ക് ചുറ്റുപാടും ചിന്തിച്ചാൽ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുകയാണ്, ആരാണോ നിവാതസ്ഥമായ ദീപം പോലെ നിത്യവും ഇതിന് പരിശ്രമിച്ച് ആ ഏകധാരയായ ആ ജ്വലനത്തോടൊത്ത ദീപം പോലെ എപ്പോഴാണോ ധ്യാനിക്കാൻ ഉൾപ്പെടുന്നത് അപ്പോൾ തന്നെ അയാളുടെ മനസ്സ് ഏകാഗ്രമായി തീരുന്നു. അതിനൊരു പ്രയാസവും ഉണ്ടാവുന്നില്ല. ഇത് നിത്യാഭ്യാസത്തിലൂടെ നേടേണ്ടതാണ്. അതിന് നല്ലതുപോലെ നിയമിതമായ അന്ധക്കരണമാണ് സംയതമായ അന്ധക്കരണം. നിയമിതമായിരിക്കണം. ഇന്ദ്രിയങ്ങള് തോന്നിയോണം മേയാൻ വരരുത്. സ്വവശത്തിൽ തീർത്തും നിലകൊള്ളും. സ്വവശത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇച്ഛാനുസൃതം വിവേകപൂർവം വേണ്ടതിലേക്ക് പോവാനും വേണ്ടാത്തതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെയുള്ള ആളുടെ ചിത്തം, മനസ്സ്, ബുദ്ധി കാറ്റില്ലാത്തിടത്ത ദീപം പോലെയാണ്. അതിന് വ്യതിചലനമില്ല. സുഖവും ദുഃഖവും മാനവും അപമാനവും തുടങ്ങിയ അനേകം ദ്വന്ദ്വാനുഭവങ്ങൾക്ക് ഹേതുവാകുന്ന സാഹചര്യങ്ങളിലും ഇളകാതെ വർത്തിക്കുന്നതാണ് ഇപ്രകാരമുള്ള ആളുടെ ചിത്തം. ബാഹ്യമായി എന്ത് തന്നെ സംഭവിച്ചാലും അങ്ങനെയുള്ള ഒരാളുടെ ചിത്തം ഇളകുന്നില്ല. അയാള് സർവ ആഗ്രഹങ്ങളിൽ നിന്നും സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായ ആയിരിക്കും. അയാൾ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ നിരന്തരമായ അനുഷ്ഠാനങ്ങളിലൂടെ അഭ്യാസബലം കൊണ്ട് മാത്രമേ ഈ ഒരു സ്ഥിതിയെ നേടാനാവൂ. അതുകൊണ്ട് നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, നിത്യവും ജപസാധനകൾ ചെയ്യൂ. നിത്യവും അല്പസമയമെങ്കിലും ക്ഷേത്രങ്ങളിലല്ല എവിടെ പോയാലും വേണ്ട കുറച്ച് ഏകാഗ്രമാക്കാൻ പരിശ്രമിക്കൂ. അനേക ആഗ്രഹങ്ങളിൽ അനേക വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുന്ന സ്ഥിതിയിൽ നിന്ന് അല്പസമയം വെറുതെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ശാന്തമായി ഇരിക്കൂ, ഒന്നും ചിന്തിക്കാതെ ഇരിക്കൂ. അത് നിത്യവും ചെയ്യണം. നിത്യവും പലവിധ വ്യവഹാരങ്ങളുടെ പിന്നാലെ പലവിധ പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മൾ പരക്കം പായുന്നതിൽ നിന്ന് ഒരല്പസമയം നമ്മളിൽ തന്നെ ഒതുങ്ങി മറ്റൊന്നും ചിന്തിക്കാതെ ഏകാഗ്രമാക്കാൻ വേണ്ടി നിരന്തരമായ ധ്യാനയോഗത്തെ അഭ്യസിക്കൂ. അങ്ങനെ നിശ്ചലീഭാവത്തെ പ്രാപിച്ചതാണ് യോഗികളുടെ ചിത്തം. ഇങ്ങനെ പ്രാപിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ വന്നു ചേരുന്ന സർവ ദുഃഖങ്ങൾക്കും പരിഹാരം അതാണ്. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമ്മൾ പലതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ഈ ധ്യാനയോഗത്തെ പരിശീലിക്കൂ. ഈ ധ്യാനയോഗം എന്താണ് എന്ന് അവതരിപ്പിക്കുകയാണ് അടുത്ത 4 ശ്ലോകങ്ങളെ കൊണ്ട് ചെയ്യുന്നത്. അത് നമുക്ക് അവിടെ ചിന്തിക്കാം.